അങ്ങനെ കുറച്ച് ആളുകള്, അതായത് ഈ കുട്ടിനെ കാണാതായി 2 ദിവസമായി. ഒരു ദിവസത്തെ കുറെ ആളുകൾ വരുന്നു, കുറെ ആളുകൾ വന്ന് കൂട്ടത്തിൽ ഒരാള് നമുക്ക് കിട്ടി. ആ ആള് സ്ത്രീയാണ്. ആ സ്ത്രീ പോയിട്ട് ഈ വീട്ടിൽ പോയിട്ട് ചോദിച്ചു, ഇങ്ങനെ കാണാതായ വീടല്ലേ അത്, കാണാതായ വീടല്ലേ, തെളിവുണ്ട്, തെളിവുകളോടാണ് സംസാരിക്കുന്നത്, അങ്ങനെ വീടല്ലേ അത്, അപ്പോ പിന്നെ ആ കുട്ടി ഇവിടെ പോയതാവല്ലേ എന്നൊക്കെയുള്ള അവരുടെ ആ സ്ത്രീയുടെ ഒരു ആവലാതി. അപ്പൊ ഈ സംസാരിച്ച വ്യക്തിയുടെ അമ്മ പറഞ്ഞത് എന്താ അറിയോ, ഞങ്ങൾ കുറെ കാലം അനുഭവിച്ചില്ല, ഇനി അവരും കുറച്ച് അനുഭവിക്കട്ടെ. നോട്ട് ദ. ഞാനിന്ന് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് ദിയ ഫാത്തിമ മോളുടെ ഒരു കേസിന്റെ അപ്ഡേറ്റിനെ കുറിച്ചാണ്. ദിയ ഫാത്തിമ എന്ന് പറയുമ്പോൾ കൂടുതലായിട്ട് എക്സ്പ്ലനേഷൻ ഒന്നും തരേണ്ട ആവശ്യമില്ല. കാരണം 10 വർഷങ്ങൾക്ക് മുന്നേ കണ്ണൂർ ഇരിട്ടി എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് കാണാതായിട്ടുള്ള ഒരു പൊന്നു മോളാണ് ദിയ ഫാത്തിമ. ദിയ ഫാത്തിമയ്ക്ക് വേണ്ടിയിട്ടുള്ള തെരച്ചിലുകൾ ഊർജിതമായിട്ട് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ദിയ ഫാത്തിമ കാണാതായ ദിവസവും അതിനുശേഷം നടന്നിട്ടുള്ള കുറച്ച് കാര്യങ്ങളെ കുറിച്ചൊക്കെയാണ്. അപ്പൊ ദിയ ഫാത്തിമ നഷ്ടപ്പെട്ട അന്ന് ആ ഒരു ദിവസം ഒരു 9-9:30 സമയമായിരുന്നു എന്ന് അവരുടെ ഉമ്മ പറഞ്ഞു വെക്കുന്നുണ്ട്. അവരുടെ ഉമ്മ പറയുന്നുണ്ട് 9-9:30 സമയം ഓർത്ത് വെക്കാനുള്ള കാരണം ദിയ ഫാത്തിമയുടെ ഉപ്പ ജോലിക്ക് പോകുന്ന സമയമാണ്. ആ സമയത്ത് കോരി ചൊരിയുന്ന മഴയായിരുന്നു. ആ മഴയത്ത് കുട്ടീനെ മുറ്റത്തെന്ന് പറഞ്ഞാൽ സിറ്റ് ഔട്ടിലുള്ള ഒരു ചെയറിൽ വെച്ചിട്ട് ദിയ ഫാത്തിമയുടെ ഉമ്മ കിച്ചണിലേക്ക് പോവാണ്. എന്നിട്ട് 2-3 പാത്രങ്ങൾ വാഷ് ചെയ്ത് എന്തോ ഒരു കവർ തെരഞ്ഞ് തിരിച്ചു വരുന്ന ഒരു 3 മിനിറ്റ് സമയത്തിനകത്താണ് നമ്മുടെ കുഞ്ഞു ദിയ ഫാത്തിമ മോളെ കാണാതാവുന്നത്. പല ആളുകളും പല അസംഷൻസും കൊടുത്തു. അതായത് ആ മഴയത്ത് കുട്ടി കൈതച്ചോലാന്നോ കൈതക്കാടെന്നോ എന്തോ പേരുള്ള ഒരു അടുത്തുകൂടെ ഒരു ആണി ഒഴുകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ കൈതത്തോട് ആ ആണിയിലേക്ക് അവൾ ഇറങ്ങിപ്പോയതായിരിക്കും. അത് നല്ല കോരിച്ചൊരിയുന്ന മഴയുള്ള ദിവസമാണല്ലോ, അപ്പോൾ ഒഴുക്ക് വെള്ളത്തിൽ ഒലിച്ചു പോയതായിരിക്കാം കുട്ടി എന്നാണ് പറയുന്നത്. പക്ഷേ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു സ്ഥലം എന്ന് പറയുന്നത്, ആ ആണി എന്ന് പറയുന്നത് ഒരുപാട് കെട്ടിക്കിടക്കാൻ സാധ്യതയുള്ള കുറേ സാധനങ്ങളൊക്കെ കൊണ്ട് കെട്ടിക്കിടക്കാൻ സാധ്യതയുള്ളൊരു സ്ഥലം. അപ്പോൾ എന്തായാലും കുട്ടി ഒഴുകി പോകാനുള്ള സാധ്യതയല്ല, ഉണ്ടെങ്കിൽ തന്നെ ഇനിയിപ്പോൾ കുട്ടി ഒഴുകി പോയിട്ടുണ്ടെങ്കിൽ തന്നെ എവിടെയെങ്കിലൊക്കെ ആയിട്ട് തങ്ങി നിൽക്കുമെന്നുള്ളതിന് ഫുൾ എവിഡൻസ് ആണിയിൽ തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പൊ അങ്ങനെ ഒരു പോസിബിലിറ്റി ഇല്ല എന്നാണ്. പിന്നെ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് സംശയം തോന്നാനുള്ള കാരണം, ദിയ ഫാത്തിമയുടെ ഉമ്മയ്ക്ക് സംശയം തോന്നാനുള്ള കാരണം എന്താന്ന് വെച്ചാല്, അവര് മോളവിടെ വെച്ച് കുട്ടിക്ക് ചായ കൊടുത്ത് പോയതിന് ശേഷം 3 മിനിറ്റ് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ചെയറിനകത്ത് കുട്ടീനെ കാണാനില്ല. അതുപോലെ തന്നെ ചായ കുടിച്ചിട്ടിരുന്ന ഗ്ലാസ് കമിഴ്ത്തി വെച്ചിട്ടുണ്ട്. ഒരു 1.5 വയസ്സായ കുട്ടിക്ക് ഒരിക്കലും ഗ്ലാസ് ഇങ്ങനെ കമിഴ്ത്തി തിണ്ണയിൽ വെക്കാൻ സാധിക്കില്ല. അപ്പൊ ആ കുട്ടി എന്തുണ്ട്, ഗ്ലാസ് എടുത്തിട്ട് തിണ്ണയിൽ കമിഴ്ത്തി വെച്ച ആ പൊസിഷനിൽ കിടക്കുന്നുണ്ട്. കുട്ടീനെ ചെയറിൽ കാണാനുമില്ല. ഉമ്മ ആകെ പരിഭ്രാന്തിയായിട്ട് എല്ലാ സ്ഥലത്തും പോയി തിരഞ്ഞു നോക്കി. ആദ്യത്തിൽ വിചാരിച്ചത് അപ്പുറത്തുള്ള ആരെങ്കിലും എടുത്തതായിരിക്കുന്ന, പക്ഷെ പിന്നീട് പോയി അന്വേഷിക്കുന്ന സമയത്ത് കുട്ടീനെ അവരാരും കണ്ടിട്ടുമില്ല, ഒന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ്. അവർക്ക് ആർക്കും അതിനെക്കുറിച്ച് ഒന്നും അറിയില്ല എന്നുള്ളതാണ്. ഒരുപാട് ആളുകൾ വരുന്നു, അവിടെ ബഹളം കൂടുന്നു, ആളുകൾ എല്ലാ വീടുകളിലും തിരയുന്നു. അതിൽ ഒരു വീട് ഭയങ്കരമായിട്ട് സംശയാസ്പദമായിട്ട് തോന്നിയിട്ടുണ്ട്. ഈ ഒരു കാര്യത്തെക്കുറിച്ച് നമ്മളോട് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കുന്നത് നമ്പിലത്താണ്. ജുനൈദ് നമ്പിലത്ത് അറിയാലോ, ദിയ ഫാത്തിമ മോളുടെ ഇൻവെസ്റ്റിഗേഷനുമായിട്ട് ഒരുപാട് മുന്നോട്ട് പോകുന്ന ഒരാളാണ്. അപ്പം അദ്ദേഹം ഭയങ്കര സ്ട്രെയിഞ്ച് ആയിട്ട്, അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾക്ക് സംശയം തോന്നുന്ന രീതിയിൽ ഒരു വീട് സ്പോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീട്ടിൽ ഒരാളുണ്ടായിരുന്നു. ആ വീട്ടുകാർക്ക് ഈ ദിയ ഫാത്തിമയുടെ വീടുമായിട്ട് നേരത്തെ തന്നെ ഒരു ശത്രുത ഉണ്ടായിരുന്നു. അതായത് ആ ശത്രുത തുടങ്ങുന്നത് ദിയ ഫാത്തിമ മോള് ജനിക്കുന്നതിന് മുന്നെയാണ്. അന്ന് മുതലേ ഉള്ള ഒരു ശത്രുത ഇവരെ ഇന്ന് ഈ ഒരു സംശയത്തിന്റെ സ്പോട്ടിലേക്ക് എന്തുകൊണ്ട് എത്തിച്ചു എന്നുള്ളത് നമുക്ക് നമ്പിൽ എൻ്റെ വീഡിയോ കണ്ടിട്ട് വരാം, ശേഷം നമുക്ക് സംസാരിക്കാം. ഈ വീട്ടില് ഞാൻ ഇപ്പൊ പറയാൻ പോകുന്ന കാര്യം, ഈ വീട്ടുകാരെ കുറിച്ചുള്ള കാര്യങ്ങളായാലും ശരി, മറ്റേ വീട്ടുകാരെ കുറിച്ചുള്ള കാര്യങ്ങളായാലും ശരി, അന്വേഷണത്തിന്റെ കാര്യങ്ങളായാലും ശരി, ഞാൻ പറയുന്നത് 10% മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. വെറും 10%. അപ്പൊ ഞാൻ പറയുന്നേക്കാളും കുറെ കാര്യങ്ങൾ എന്റെ അടുത്തുണ്ടാവും. അത് പോലീസിനായിട്ട് ഏൽപ്പിച്ച കാര്യങ്ങൾ അതവിടെ നിൽക്കട്ടെ. അപ്പൊ നമ്മള് കുറച്ച് പിറകിലോട്ട് സഞ്ചരിച്ചു നോക്കാം. നമുക്ക് എന്താണ് ഇവരുടെ ഒക്കെ ഒരു ബാക്ക്ഗ്രൗണ്ട്. ഇപ്പൊ ആ ചേച്ചിനെ നമ്മള് അവരുടെ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ എടുത്ത പോലെ, അപ്പൊ ദിയ ഫാത്തിമന്റെ വീട്ടില്, അതായത് ഒരുപാട് വർഷങ്ങൾക്ക് പിന്നിലേക്കാണ് ഞാൻ പോകുന്നത് കേട്ടോ. ഇതേ സംബന്ധിച്ച് ഈ ഒരു ക്ലാരിഫിക്കേഷന് വേണ്ടി ഞാൻ ഇവരെ സംസാരിച്ചു, ദിയ ഫാത്തിമന്റെ വീട്ടുകാരോടൊക്കെ സംസാരിച്ചപ്പോ അവരൊന്നും ഇതിനൊരു കറക്റ്റ് പറഞ്ഞു തരുന്നില്ല. കാരണം ഞാൻ എന്തെങ്കിലും പറഞ്ഞ എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവുമോ എന്നൊക്കെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, വേറെ രീതിക്ക് അന്വേഷിച്ച്, ഇപ്പൊ കുറെ വീടുകളും കുറെ ആളുകളും പ്രായമുള്ള ആളുകളൊക്കെ ആണല്ലോ, അവർക്കൊക്കെ സത്യാവസ്ഥ അറിയല്ലോ. അപ്പൊ സമയം ഒരു 3 മണി നേരം, പണ്ട് കാലട്ടോ, എത്ര വർഷം കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു 3 മണി നേരം
ഈ ദിയാ ഫാത്തിമയുടെ ഉമ്മന്റെ ഉമ്മ, അന്ന് ദിയാ ഫാത്തിമ ഉണ്ടായിട്ടില്ല, ദിയാ ഫാത്തിമയുടെ ഉമ്മന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല അന്ന് അവർക്ക് 15-16 വയസ്സുള്ളൂ. ഈ ഇപ്പൊ നഷ്ടപ്പെട്ട വീട് അതിനെ കുറിച്ചാണ് പറയുന്നത്. തറവാടായിരുന്നു അവിടെ. തറവാട്ടിൽ നിന്ന് ഇപ്പൊ അന്നും ഈ അയൽവാസികളൊക്കെ അവിടെ ഉണ്ട്. അവര് ഈ ഒരു പ്രായത്തില് ഒരു പയ്യന് അങ്ങനെ വരികയാണ്. ഈ അയൽവാസിയായിട്ടുള്ള ഈ പയ്യന് ആ വീട്ടിലേക്ക് വരുന്നു ഒരു 3 മണി നേരത്തെ. അപ്പോ ദിയാ ഫാത്തിമയുടെ ഉമ്മയും, അന്ന് ഉമ്മ കല്യാണം കഴിഞ്ഞിട്ടില്ല, ആ ഉമ്മന്റെ ഉമ്മയും കൂടെ ചെറിയൊരു തെങ്ങുണ്ട്, ചെറിയ തെങ്ങ, വലിയ തെങ്ങല്ല, അവിടുന്ന് ഒരു തേങ്ങ ഇളനീര് പറിച്ചിടാൻ, അതായത് നോമ്പ് കാലാണ് അവർക്ക് ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഈ ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ട് അവരെടുക്കും. ഇതിങ്ങനെ തോട്ടി കൊണ്ട് ഇത് പറിക്കാൻ നിൽക്കുന്ന സമയത്താണ് ഈ പയ്യൻ ഇങ്ങനെ കയറി വന്നത്. ഈ പയ്യന് ജോലി എന്താണെന്ന് ചോദിച്ചാൽ തെങ്ങിൽ കയറുന്നതും അതുപോലെ സംബന്ധിച്ച് ഈ മരത്തിന്റെ ചില്ലകളൊക്കെ വെട്ടലും ക്ലീൻ ആക്കി കൊടുക്കലും. തെങ്ങ് കയറുന്ന ഒരു തെങ്ങുകയറ്റ തൊഴിലാളിയാണ് പുള്ളി. അപ്പൊ പുള്ളി കത്തിയൊക്കെ ആയിട്ട് ഇങ്ങനെ വരുന്നത്. പുള്ളി പറഞ്ഞു, എന്താ ചെയ്യുന്നത്? അങ്ങനെ ഞങ്ങൾ ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഒരു കുറച്ച് ഇളനീരിടാൻ വേണ്ടി. അയ്യോ, അത് മൂത്തതൊക്കെ ഉണ്ടാകുമ്പോൾ അത് കേട് വരുത്തണ്ട, ഞാൻ കയറി ഇട്ട് തരാം, എനിക്കും വേണം 2-3 എണ്ണം എന്ന് പറഞ്ഞിട്ട് ഈ പയ്യൻ കയറുമ്പോ ഉമ്മ പറഞ്ഞു, മോനെ ആ കാണുന്ന ഇതിൽ പിടിക്കല്ലേ. ഇവൻ എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. എങ്കിലും അമ്മ പറഞ്ഞു, മോനെ ആ കാണുന്ന എന്താ പറയാ ഓല മടലിൽ പിടിക്കല്ലേ, ആ താഴെ വീഴും. ആ അമ്മ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവൻ കയറി. ഇവ അത് പിടിക്കാതെ തന്നെ മേലെ കയറി ഒരു കൊല താഴെ കിട്ടു. അറിയാതെ പിടിച്ചത്, പിന്നെ എന്തോ പിടുത്തം പോയി പിടിച്ചത് ഇതിലായിരുന്നു. നേരെ താഴെ കിടക്കുന്നു. നിർഭാഗ്യവശാല് ബോധം പോയി. എന്താ പറയാ, ഒരു വല്ലാത്ത അവസ്ഥയാണത്. അങ്ങനെ ഇവർ നിലവിളി കൂട്ടുന്ന ആളുകളൊക്കെ കൂടി. അപ്പോഴാണ് അപ്പോൾ അപ്പുറത്തൊക്കെ ആളുകൾ, തൊട്ടടുത്ത വീടുകളല്ലേ, അതൊക്കെ എല്ലാവരും കാണുന്നതൊക്കെ ഉണ്ട്. അങ്ങനെ ഒരു ഓടി വന്ന് ആംബുലൻസിലൊക്കെ കൊണ്ടുപോയി, ആ വണ്ടി വിളിച്ചിട്ട് വണ്ടിയിൽ കൊണ്ടുപോയി ആശുപത്രിയിലൊക്കെ പോയി. അയാൾക്ക് നട്ടലിനിതായി, അയാൾ കിടപ്പിലായിട്ടുണ്ട്. ഒരു പഴയ ഫ്ലാഷ് ബാക്ക് ആണത്. അപ്പൊ അന്ന് മുതൽ ഇതിങ്ങനെ സംഭവിച്ചതിന് ശേഷം ഈ വീട്ടുകാർക്ക് അതുവരെ ആ വീട്ടിൽ പല സംഭവങ്ങളും അനിഷ്ടങ്ങളും ഒക്കെ സംഭവിക്കുന്നത്, അതൊക്കെ എന്റെ അടുത്ത് ഫുള്ള് ഡീറ്റെയിൽസ് കാര്യങ്ങൾ അവരെ കുറിച്ച് ഞാൻ മുഴുവൻ പഠിച്ചിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ഒരിക്കലും ദിയാ ഫാത്തിമന്റെ വീട്ടുകാരോ അല്ലെങ്കിൽ മറ്റുള്ളവരോ എനിക്ക് പറഞ്ഞു തന്നതല്ല. നിങ്ങൾക്കറിയാം, ഞാൻ ഇതുവരെ സംസാരിച്ചതൊക്കെ എന്താണെന്ന് നിങ്ങൾക്കറിയാം, ഒരാൾ പറഞ്ഞു തന്നതൊന്നും നിങ്ങൾക്കറിയാം. അപ്പൊ ഈ പയ്യനെ സുഖമില്ലാതെ കിടക്കുന്ന ഒരു പയ്യനാണ്. ഇപ്പോഴും അവന് എഴുന്നേറ്റ് നടക്കാനോ മറ്റുള്ളൊന്നും പറ്റൂല, വടി കുത്തിയിട്ടാണ് നടക്കുന്ന ആള്. അപ്പൊ ഞാൻ ഇവനെ കുറിച്ച്, അതായത് ഈ വീട്ടുകാരെ കുറിച്ചാണ് എനിക്ക് മെയിനായിട്ട് 2 വീടുകളാണ് എനിക്ക് അന്വേഷിക്കേണ്ടി വന്നത്. അപ്പോൾ ഞാൻ 10% ഇങ്ങോട്ട് സംസാരിക്കുന്നുണ്ട്. കുറെ കാര്യങ്ങളുണ്ട്, അതൊക്കെ മുന്നോട്ടുള്ള സമയങ്ങളിൽ പറയാം. പോലീസിനോട് എന്താ പോലീസിന്റെ ഭാഗത്ത് നിന്നുള്ളത് നമുക്ക് നോക്കാം, അതിനുശേഷം പറയാം. അങ്ങനെ അതിനുശേഷം ഇവർക്ക് ഒരു ശത്രുത കാര്യങ്ങളൊക്കെ വന്നു ഇവർക്ക്. പിന്നെ എനിക്ക് അവിടെ അറിയാൻ കഴിഞ്ഞത്, അത് ഞാൻ ദിയാ ഫാത്തിമന്റെ വീട്ടിൽ വിളിച്ച് എനിക്ക് കഴിഞ്ഞിട്ടില്ല. ഉമ്മാന്റെ നമ്പർ ഇവരോട് ഞാൻ വിളിച്ചിരുന്നു. അങ്ങനെ ഒരു കോഴിയുടെ വിഷയം ചോദിച്ചപ്പോൾ ഇവരൊന്നും മൗനമാണ് എനിക്ക് എന്നോടൊരു മറുപടി അവർ പറഞ്ഞിട്ടില്ല. പക്ഷെ എനിക്ക് ബോധ്യപ്പെട്ട ഒരു കാര്യമാണ്, 12ഓളം കോഴിയെ, അതായത് ദിയാ ഫാത്തിമന്റെ ഉമ്മന്റെ വീട്ടിലുള്ള തറവാട്ടിലുള്ള 12ഓളം കോഴിയെ ഈ വീട്ടിലുള്ള ആളുകൾ കൊന്നിട്ടുണ്ട്. അവര് നല്ല ശത്രുതയിലാണ് അവര്. അതായത് ആ അമ്മ വിചാരിച്ചിരിക്കുന്നത്, ആ അമ്മയും ഈ വീണ് കിടക്കുന്നവരും വിചാരിച്ചിരിക്കുന്നത് അവരുടെ കുറച്ചൊരു അന്ധവിശ്വാസത്തിന്റെ ആളുകളാണ് അവര്. അപ്പൊ അവർ വിചാരിക്കുന്ന ഇവിടുത്തെ തെങ്ങ് കയറിയിട്ട് ഞങ്ങൾക്ക് ഇങ്ങനെ ഒന്നും, എന്റെ മകന്റെ ഭാവി പോയത് ഈ വീട്ടുകാരുടെ ശാപം കൊണ്ടാണ് എന്നുള്ള രീതി, കുറച്ച് പ്രാർത്ഥനാപരമായിട്ടുള്ള ആളുകളാണ് അവർ. കുറച്ചൊരു അന്ധവിശ്വാസം കൂടുതലുള്ള ആളുകളാണ്. നിങ്ങളെ ചർച്ച പോകുന്നൊക്കെ വേറെ ആയിരിക്കും, അതടക്കട്ടെ, അതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കണ്ട. അപ്പൊ അങ്ങനെ ഇവരുടെ ശത്രുതയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവരോട് ഭയങ്കര ശത്രുത, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെയുള്ള കാര്യങ്ങളാണ്. പിന്നെ കുറെ വർഷങ്ങളോടൊന്നും മിണ്ടാതെ ഒക്കെ ഇരുന്ന് അങ്ങനെയൊക്കെ ഇങ്ങനെ പോയി വല്ലപ്പോഴും കാണുമ്പോഴൊക്കെ പിന്നെ സംസാരിക്കും. അങ്ങനെയുള്ള ഒരു ഇതായിരുന്നു. പിന്നെ ലാസ്റ്റ് സമയത്ത് ദിയാ ഫാത്തിമ അവരെ കല്യാണമൊക്കെ കഴിഞ്ഞു, മക്കളൊക്കെ ഉണ്ടായി. അപ്പോഴൊക്കെ കുറച്ച് മിണ്ടാനൊക്കെ തുടങ്ങി അവർ. ഓക്കെ ആയി, പിന്നെ തമാശ പറയാൻ തുടങ്ങി. അങ്ങനെയുള്ള ഒരു ബന്ധം, നല്ല ബന്ധത്തിൽ അങ്ങനെ ആയി പോവുകയാണ് അവര്. പക്ഷേ ദിയാ ഫാത്തിമനെ കാണാതായി. അവർ നല്ല ബന്ധമായിട്ടോ, നല്ല ബന്ധവും കാര്യങ്ങളൊക്കെ ആയി, നല്ല സൗഹൃദമായി, പഴയ പോലെ ആയി. അപ്പൊ ആ ദിയാ ഫാത്തിമനെ കാണാതായ അന്ന് കുറച്ച് ആളുകൾ, അയൽവാസികളായിട്ടുള്ള ആളുകളും നാട്ടുകാരും ഈ വീട്ടുകാരൊക്കെ പോയിട്ട് ഈ വീട്ടിലാണ് കയറിയത്. നായകരെ വീടല്ല, ഈ വീട്ടിൽ. അപ്പൊ ഓടിച്ചെന്നിട്ട് പറഞ്ഞു, ഞാൻ അവരെ പേരൊന്നും പറയുന്നില്ല, ഓടിച്ചെന്നിട്ട് പറഞ്ഞു, കുട്ടീനെ കാണാനില്ലല്ലോ, നമുക്കൊന്ന് തിരയേണ്ടിയിരുന്നപ്പോ ഇവരെടുത്തേക്ക് ചോദിച്ചു, അവരെ കുട്ടീനെ കാണാതെ പോയതിന് ഇവിടെ തിരഞ്ഞിട്ട് എന്താ കിട്ടാന്? ഞങ്ങളെന്താ കിഡ്നാപ്പേഴ്സ? അപ്പൊ ഈ പയ്യനാണ് ചൂടാവുന്നത്. ഞങ്ങളെന്താ കിഡ്നാപ്പേഴ്സ? ഞങ്ങൾ എന്താണ് ഒറ്റൊന്ന് കയറിയാൽ അങ്ങനെ എങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഷോ അവിടെ കിടന്നിട്ട്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇതിനെ കുറിച്ച് കുറച്ച് സൂചിപ്പിച്ചിരുന്നു, എത്ര വിശദമായിട്ട് കുറച്ചും കൂടെ കാര്യങ്ങൾ കുറച്ചും എറിഞ്ഞിരുന്നു. അതിലൊന്ന് കൊത്തു നോക്കാൻ വെയിറ്റ് ചെയ്തതാ. വളരെ മനോഹരമായിട്ട് കൊത്തിയിട്ടുണ്ട്. അതൊക്കെ ഞാൻ പറയാം ഇൻഷാ അല്ലാഹ്. അപ്പോ ഇവരിങ്ങനെയൊക്കെ ഒരു സംഭവം, നിങ്ങളിങ്ങനെ, ഞാൻ ഈ കാര്യം പറയുമ്പോൾ നിങ്ങളിങ്ങനെ ആ വീടിന്റെ ഒരു കണ്ണടച്ചിട്ട് ഇങ്ങനെ കേട്ട് നോക്കുക. ആ വീടിന്റെ മുന്നിലാണ് നിങ്ങളുള്ളത്, നിങ്ങൾ ആ നാട്ടുകാരെ കൂടെ പോയിട്ടുണ്ടെന്ന് ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കുക. നിങ്ങൾ പറയുന്നത്, നിങ്ങൾ അയൽവാസി എന്റെ വീട്ടിൽ പോയിട്ട്, ചേട്ടാ ഈ കുട്ടീനെ കാണാനില്ലല്ലോ, നമുക്കൊന്ന് തരാം, എവിടെ എന്തെങ്കിലുമൊക്കെ വന്നോളൂ, നടന്നു വന്നോളൂ, എന്തെങ്കിലുമൊക്കെ ഒന്ന്. ഒരു തരത്തിൽ അവർ സഹകരിക്കണില്ല ആ വീട്ടുകാർ. ഓക്കെ, അപ്പോ ഇവര് പറഞ്ഞു, അപ്പൊ എന്തുകൊണ്ട് ഞങ്ങൾ സഹായിക്കും? എല്ലാ വീട്ടിലും ഞങ്ങൾ കയറി തെരഞ്ഞില്ല, ഒരു കൊച്ചു പോയതല്ല. തള്ള കണ്ടോ ആ റോട്ടിൽ അങ്ങനെ പാഞ്ഞു നടക്കുന്ന ഭ്രാന്തായിട്ട്. തള്ള അങ്ങോട്ടും ഭ്രാന്തായി നടക്കും, ഇങ്ങോട്ടും. അതിനൊക്കെ ബോധം വന്നത് തന്നെ എത്രയോ ദിവസം കഴിഞ്ഞറിയണം. അമ്മാതിരി മെന്റലായി പോയി. അപ്പൊ ഈ വീട്ടുകാര്
എന്തിനാണ് അങ്ങനെ? അതായത് ഞാൻ ആ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഒരു ആള്, അതായത് ഇപ്പോ ഇത്ര ഈ ആമ്പിള്ളേർ അങ്ങനെ പറഞ്ഞോട്ടെ, കുഴപ്പമില്ല. അവിടുത്തെ ഞാൻ ഈ അസുഖം ബാധിച്ച്, അതായത് തെങ്ങുന്ന് വീണിട്ട് നട്ടലിന് പരിക്ക് പറ്റി കിടക്കുന്നവനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. മറ്റൊരു നല്ല കുഴപ്പമില്ലാത്ത പയ്യന്മാരാണ്. ഇവന് ആകെ പഠിച്ചത് 2ാം ക്ലാസ് അല്ലെങ്കിൽ 4ാം ക്ലാസ് വരെ, 3ാം ക്ലാസ് അങ്ങനെ എന്തോ പഠിച്ചിട്ടുള്ളൂ. എനിക്ക് കിട്ടിയ അറിവാണ്. ഇവന്റെ മൈൻഡൊക്കെ ഒരു പ്രത്യേക മൈൻഡാണ് ഇവന്. ഞാൻ പറഞ്ഞല്ലോ ചൂണ്ട എറിഞ്ഞിരുന്നത് കൊത്തിയെന്ന്. യെസ്, അത് ഇവനല്ല, കൊത്തിയിട്ടുണ്ട്. അപ്പൊ ഞാൻ അതിലേക്ക് ഇങ്ങനെ വരുന്നത് ഓരോ കാര്യങ്ങൾ. അങ്ങനെ ഇവര് ഭയങ്കര ഷോ കാണിച്ചപ്പോ നാട്ടുകാർ പറഞ്ഞു, ഞങ്ങൾ ഈ വീടുകളിൽ മുഴുവൻ തെരഞ്ഞു, ഈ ഒരു കൊച്ചിനെ കാണാതായിട്ട്. നിങ്ങൾ വീട് മാത്രം തെരഞ്ഞാൽ എന്താ പ്രശ്നം? സഹകരിക്കല്ലോ വേണ്ടേ? ഞങ്ങൾക്ക് പറ്റില്ല, പോലീസിനുണ്ടെങ്കിലും ആ പോലീസിന്റെ തെരഞ്ഞിട്ട് മതി. സമ്മതിച്ചില്ല അവര്. ഓക്കെ, അവർ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നുണ്ട്, ഇന്നത്തെ ന്യൂസ് 19 വീഡിയോയിൽ അവിടുത്തെ ചേട്ടൻ പറയുന്നുണ്ട്, കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഞാൻ കേൾപ്പിച്ചുതരാം, ഒരു മിനിറ്റ്. ആ വീട്ടിലെ ആളിപ്പോ സംസാരിക്കുന്നത്, അതായത് ഇന്നലത്തെ വീഡിയോയില് സംസാരിക്കുന്നത് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചു തരാം. കുഞ്ഞുങ്ങൾ വന്നത് 5-6 പേര്, അത് 3 മക്കൾ അവിടെ കാണാൻ പോയതുകൊണ്ട് കാണാൻ വെച്ചു. അതിന്റെ മൊത്തം ഓപ്പൺ ആര് ഞാൻ എത്തിക്കാൻ പോയാലും ആ വീട്ടിൽ എല്ലാം മൊത്തം ഓപ്പൺ. ഇത്രയും പേര് കണ്ടുപിടിച്ചത് എല്ലാവരും ഭയങ്കര പോക്കർ എല്ലാം പറഞ്ഞിട്ടുണ്ട്. ആരെങ്കിലും ഒരാൾ കണ്ടിപ്പണിക്കും. ഇവരുടെ പിന്നെ പരിചയക്കാരിൽ മിഷീസ് അങ്ങനെ അവർ കൊടുത്തേ പോകും. പരിചയത്തോടെ പോയില്ല, കഴിഞ്ഞിട്ട് കറി പോയില്ല. 60% നമ്മൾ പോയി കിടന്നത് ചായ കുടിച്ച് വെച്ചിട്ട് ഇറങ്ങി പോയി. മഴയത്ത് എവിടെ പോകുന്നത്? കുട്ടികൾ മഴ ഓപ്പണുള്ള സ്ഥലം. ആരും വന്ന് ഇത്രയും ഓപ്പണുള്ള സ്ഥലം, ഇത്രയും പേരുടെ ഓപ്പണുള്ള സ്ഥലം മൊത്തം എന്തെങ്കിലും മറവേണ്ടേ? ഈ മതിലും വീട് കിട്ടി അത്രയും ഇവർ ഇത്രയും പേരുടെ കണ്ടിപ്പണിക്കും. കൊച്ചുകാരി ഇത്ര ഞാനും പറഞ്ഞിട്ടുള്ളൂ. അതായത് രണ്ടാമത്തെ വീട്ടിലെ ചേട്ടനാണ് ഇത് പറയുന്നത്. ആ വീട്ടിലെ നല്ലവനായ ചേട്ടനാണ് ഇത് പറയുന്നത്. കൊച്ചിനെ കൈ നീട്ടുമ്പോഴത്തേക്കും കൊച്ചു കരയും. ഈ ദിയ ഫാത്തിമയുടെ ഉമ്മയും ദിയ ഫാത്തിമ ആ വീട്ടിൽ പോവാറുണ്ട്, അവിടെ ഇരിക്കാറുണ്ട്, കുശലം സംസാരിക്കാറുണ്ട്. ഈ കുട്ടി കാണാതെ പോയ അന്ന് വരെ അല്ല, അതിന്റെ കുറച്ച് ദിവസം മുന്നേ വരെ അവിടെ പോയിട്ടുണ്ട്. ആ കൊച്ചിനെ കാണാതായിട്ട് അന്ന് അവിടെ പോയി അന്വേഷിച്ചപ്പം ഈ ആളുകൾ എന്തിന് ഇവിടെ കുട്ടിയെ തരാൻ പറ്റില്ല, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇവിടെ തരാൻ പറ്റത്തില്ല, ഇവിടെ ഞങ്ങൾ കിഡ്നാപ്പേഴ്സ് ആണോ, അങ്ങനെ കുറെ മുറ്റത്തേക്ക് ഛർദ്ദിച്ചു എന്നൊക്കെ പറഞ്ഞില്ല, ഇവർ ആളുകളെ ചീത്ത പറഞ്ഞു. അതൊക്കെ ഇവരാണ്. ഇവരിപ്പോ എന്താ പറയുന്നത്? ഇത്ര ആളുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ വളരെ മാന്യമായ കാര്യം അവർ പുള്ളി പറയുന്നത്. അത് ഓടിയിട്ടില്ല സംഭവം. അതായത് ഇത്ര 10 വർഷത്തിന് ശേഷം ഇയാൾക്ക് ആ പറഞ്ഞതിലൂടെ പറയാതെ അയാൾ പറഞ്ഞൊരു കാര്യമുണ്ട്. ആ വീട്ടിൽ 11 പേരുണ്ടല്ലോ, ആ സമയത്തൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ പുള്ളി ഓർത്ത് വെച്ചിട്ടുണ്ട്. ആ 11 പേരാരാ? ദിയ ഫാത്തിമന്റെ ഉമ്മ, ദിയ ഫാത്തിമന്റെ വാപ്പ, 2 മക്കള്, ഇത്രയും 4 അവർക്ക് 2 സഹോദരിമാരോ 1-2 സഹോദരിമാരുണ്ട്. അവര് പിന്നെ ഉമ്മ, ഉപ്പ, പിന്നെ ജ്യേഷ്ഠന്മാരായിട്ട് ദിയ ഫാത്തിമന്റെ ഉമ്മക്ക് 4 പേരൊക്കെ അങ്ങാനുണ്ട്. ഇവരൊക്കെ പാടാണ്. അത് അതൊക്കെ പുള്ളി ഓർത്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ എന്തുകൊണ്ട് പുള്ളി അതിനും പറയുന്നുണ്ട്, ഇത്രയും വീടുകളും ആളുകളൊക്കെ ഉണ്ടാകുമ്പോൾ ഒരിക്കലും കുഞ്ഞിനെ കൊണ്ടാൻ പറ്റൂല. അതന്നെ ഞങ്ങളും പറയുന്നത്, കൊണ്ടുപോകാൻ പറ്റൂല. പുള്ളി അതിന്റെ ഇടയിൽ വേറെയും കാര്യം പറയുന്നുണ്ട്, ഞാൻ ഇവിടെ മുറ്റത്തുണ്ടായിരുന്നു, പുറത്തുണ്ടായിരുന്നു എന്നൊക്കെ പുള്ളി പറയുന്നുണ്ട്. ഇത്രയും നല്ല ഒരു റിപ്പോർട്ടറോടൊക്കെ ഇങ്ങനെ സംസാരിച്ച് നന്നായി സമൂഹത്തിന് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. അന്ന് എന്താ ചെയ്ത പുള്ളി? ഇങ്ങനെ കൊച്ചു കാണാതെ ഓടി വരുമ്പോ സാമാന്യം അരിയാഹാരം കഴിക്കുന്നവരെന്ന് ചിന്തിച്ചു നോക്ക്. പുള്ളി എന്താ അന്ന് പുള്ളി അതുപോലെ പുള്ളിയുടെ അസുഖമായിട്ട് കിടക്കുന്ന ഇവരൊന്നും അയാൾക്ക് നടക്കാനൊക്കെ അന്നേ കഴിയൂട്ടോ. ഓക്കെ, പണ്ട് കാലമായിരുന്നു അങ്ങനെ കടന്നിരുന്നത്. അയാൾക്ക് വടിയൊക്കെ കുത്തി നടക്കാൻ, എന്ത് ജോലി ചെയ്യാനൊക്കെ അയാൾക്ക് കഴിയും. ഭയങ്കര മൈൻഡാണ്. അങ്ങനത്തെ ഒരു നിങ്ങൾക്ക് അറിയാലോ, ഊഹിക്കാലോ, 2ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ള ആള്. അപ്പോ ഈ ആള് ഇത്രയും ആൾക്കാർ വന്നിട്ട് ഒന്ന് സഹകരിക്കാത്ത ആളാണ് ഇപ്പൊ ഇങ്ങനെ സംസാരിക്കുന്നത്. അതിൽ പറയുന്നുണ്ട്, ഈ പെണ്ണ് കുട്ടികൾ അങ്ങനെ ഒന്നും നോക്കൂല, 4 കുട്ടികളുള്ള കൊണ്ടായിരിക്കും ഒന്നിനെ കുറച്ചാൽ കാണാതായാലും നോക്കൂല എന്നൊക്കെ പച്ചക്കള്ളാണ് പറയുന്നത്. അതിന് ഉമ്മക്ക് ആ മക്കളൊക്കെ ജീവനാണ്. അവരൊരു സെക്കൻഡ് കാണാതിരുന്നാലും അവരത് അന്വേഷിക്കും, അവർ കാണും. എല്ലാവരും മക്കളെ അമ്മമാരോട് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ലല്ലോ. നമുക്ക് 2 മക്കളായിക്കോട്ടെ, 3 മക്കളായിക്കോട്ടെ, 4 മക്കളായിക്കോട്ടെ, അമ്മമാർക്ക് അതൊക്കെ ഒരുപോലെ ആയിരിക്കും. അപ്പം അന്ന് ഒന്ന് സഹായിക്കാത്ത, അല്ലെങ്കിൽ ഇവരുടെ കൂടെ ഇറങ്ങി പ്രവർത്തിക്കേണ്ട ഒരു വ്യക്തി, ആ വ്യക്തികൾ, ഇവരുടെ അമ്മ അടക്കം ആ വീട്ടിൽ നിന്ന് ആളുകളും നാട്ടുകാരോട് ഇറങ്ങി പോകാനാ പറഞ്ഞത്. എന്തിന്? കുറ്റപ്പെടുത്തുന്നില്ല ആരെയും. പക്ഷേ സാഹചര്യ തെളിവുകളും ഈ നാട്ടുകാരും ഇത്രയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമ്പോ ഒന്ന് അന്വേഷിച്ചു കൂടായിരുന്നോ പോലീസെ? ഇപ്പോഴും വൈകിട്ടൊന്നുമില്ല, ചകഞ്ഞ് കണ്ടുപിടിക്കുന്ന ചെയ്യും ഞങ്ങള്. നിങ്ങൾക്ക് ആ പണി, നിങ്ങൾ മനോഹരമായിട്ട് ആ പണി ചെയ്യാത്തോണ്ടാണ്, വൃത്തിക്കും വെടുപ്പിനും ആ പണി ചെയ്യാത്തോണ്ടാണ് ഞങ്ങളെപ്പോലുള്ള സാധാരണക്കാർ ഇങ്ങനെ ഇറങ്ങേണ്ടി വന്നത്. അപ്പോ ഞാനിപ്പോ പറഞ്ഞ കാര്യങ്ങളിൽ 10% പറഞ്ഞിട്ടുള്ളൂ. ബാക്കി കുറച്ച് കാര്യം കൂടെ ഉണ്ട്, അതെനിക്ക് ഇവിടെ പറയാൻ പറ്റില്ല. അത് പോലീസിനോട് പറഞ്ഞിട്ടുണ്ട്. ഇനി പോലീസിന്റെ ഭാഗത്തുനിന്ന് ഒരു ആക്ഷനോ ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്കത് അപ്പം നോക്കാം. ഏതായാലും ഇനി അങ്ങനെ വൈകിക്കാതെ നമുക്ക് പറ്റൂല. എത്ര കഴിച്ച് കാത്തിരിക്കുന്ന ഒരു ക്രൈംബ്രാഞ്ച് ആയാലും ഇവരൊക്കെ നമ്മുടെ കേരള പോലീസിൽ ചുറുചുറുക്കുള്ള ഒരൊറ്റ പോലീസ് മതി. ഒറ്റ ആള്, നല്ലൊരു ആൺകുട്ടിന്റെ അടുത്ത് കേസ് കിട്ടിയെങ്കിൽ ഒരാഴ്ച 1 മാസം കൊണ്ട് തെളിയിച്ച് വരും അയാൾ. അതെല്ലാവർക്കും അറിയുന്ന നമ്മളെ പോലീസ് ഇത്ര മോശം പോലീസ് ഒന്നുമല്ലല്ലോ. ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ വീഡിയോയിലൊക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്.
പിന്നെ ഞാൻ നിങ്ങളെ പോലെ ഒരു സാധാരണക്കാരനാണ്. എനിക്ക് കുറച്ച് നല്ല ഇന്റലിജന്റ് ആയിട്ടുള്ള സൗഹൃദങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കാം ഞാൻ ഇങ്ങനെയൊക്കെ കണ്ടെത്തുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് പരിമിതികളുണ്ട്. നമുക്ക് ഒരാളെ പിടിച്ചിട്ട് ചോദ്യം ചെയ്യാനും അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ ചെയ്യാനും നിയമം കയ്യിലെടുക്കാനൊന്നും ഒരാളും നമുക്ക് അധികാരം തന്നിട്ടില്ല. നമുക്ക് അങ്ങനെ എടുക്കാനും പാടില്ല. അതൊക്കെ നൂലാമാലകളും കേസുകളും പ്രശ്നങ്ങളായിരിക്കും. അപ്പൊ നമുക്കിതിങ്ങനെ കണ്ടെത്തി പോലീസിനെ ഏൽപ്പിച്ച് പോലീസിനോട് സംസാരിച്ചപ്പോൾ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഒരു പ്രതികരണം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഇതൊക്കെ തുറന്നു പറയുന്നത്. അപ്പൊ ഫസ്റ്റത്തെ വീട്ടില് നായ കയറി അങ്ങനെയുള്ള കുറെ കാരണങ്ങൾ ഉണ്ടായിട്ടും പോലീസ് അന്വേഷിച്ചിട്ടില്ല. എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല, പോലീസ് അന്വേഷിച്ചിട്ടില്ല. അവിടെ വേണ്ട പോലെ അന്വേഷിച്ചിട്ടില്ല. ഒന്ന്. രണ്ടാമത്തെ വീട്ടിൽ ഇങ്ങനെ ഇത്ര ആളുകൾ വന്നിട്ട് പോലും ഒന്നും സഹകരിച്ചില്ല ഈ വീട്ടുകാർ. ഇനിയാണ് അടുത്ത കാര്യം ഞാൻ പറയാൻ പോകുന്നത്. അങ്ങനെ ഈ വീട്ടുകാരായിട്ടൊക്കെ നല്ല ബന്ധമാണ്, ഓരോട്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, നല്ല ബന്ധം കളിച്ച് ചിരിച്ച് ദിയ ഫാത്തിമനെ ഏറ്റി ആ വീട്ടിൽ പോകുന്ന ഈ ഉമ്മ ഈ പ്രശ്നത്തിന് ശേഷം ഇങ്ങനെ ചെന്നു അവരോട് സംസാരിച്ചു. ഇങ്ങനെ കുട്ടിനെ കാട്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ ഒരു സമയക്കൂല എന്നൊക്കെ പറഞ്ഞതിന് ശേഷം ഈ വീട്ടുകാര് ഇവരോട് വലിയൊരു മൈൻഡ് കാണിക്കുന്നില്ല. ഒരു സംസാരോ കാര്യങ്ങളോ ഒന്നുമില്ല. നമുക്കറിയാൻ കഴിഞ്ഞതാണ്. ഇനി അവരെ വായനും കൂടെ നമുക്ക് വരണം, അതെനിക്കറിയില്ല. നമുക്ക് കൊണ്ടുവരാം. ഞാൻ അറിയാൻ കഴിഞ്ഞ എനിക്ക് അങ്ങനെയാണ്. അവിടെ അയൽവാസികളടുത്തൊക്കെ ഞാൻ അന്വേഷിച്ചു. മുഴുവൻ കൃത്യമായിട്ട് ഓരോ വീട്ടിലും, ഇപ്പൊ ഇവിടുന്ന് പറഞ്ഞാൽ മാത്രം ഞാൻ കേൾക്കില്ല, മുഴുവൻ ചുറ്റും അന്വേഷിച്ച് അവിടെ നാട്ടിലെ ആളുകളും കാരണപ്പെട്ട ആളുകളും ഒക്കെ അന്വേഷിച്ചിട്ട് ഞാൻ സംസാരിക്കുന്നത്. അപ്പൊ അതിനുശേഷം ഈ വീട്ടുകാർ ഇവരോട് അങ്ങനെ അത്ര മിണ്ടാട്ടും കാര്യങ്ങളും ഒന്നുമില്ല. അങ്ങനെ കുറച്ച് ആളുകൾ, അതായത് ഈ കുട്ടിനെ കാണാതായി 2 ദിവസമായി. ഒരു ദിവസത്തെ കുറെ ആളുകൾ വരുന്നു, കുറെ ആളുകൾ വന്ന് കൂട്ടത്തിൽ ഒരാളെ നമുക്ക് കിട്ടി. ആ ആള് സ്ത്രീയാണ്. ആ സ്ത്രീ പോയിട്ട് ഈ വീട്ടിൽ പോയിട്ട് ചോദിച്ചു, ഇങ്ങനെ കാണാതായ വീടല്ലേ, തെളിവുകളോടാണ് സംസാരിക്കുന്നത്, അങ്ങനെ വീടല്ലത്. അപ്പോ പിന്നെ ആ കുട്ടി ഇവിടെ പോയതാവല്ലേ എന്നൊക്കെയുള്ള അവരുടെ ആ സ്ത്രീയുടെ ഒരു ആവലാതി. അപ്പൊ ഈ സംസാരിച്ച വ്യക്തിയുടെ അമ്മ പറഞ്ഞത് എന്താ അറിയോ, ഞങ്ങൾ കുറെ കാലം അനുഭവിച്ചില്ല, ഇനി അവരും കുറച്ച് അനുഭവിക്കട്ടെ. നോട്ട് ദ പോയിന്റ്. ഇത്രയൊക്കെ പോരെ പോലീസുകാരെ അങ്ങക്ക് ഇതൊന്ന് അന്വേഷിച്ച് കണ്ടെത്താനേ. ഞാൻ ഇതിലും വലുത് എന്താ വേണ്ടത്? നിങ്ങൾ പറ. തെളിവുകൾ കുറെ ഉണ്ട്, തെളിവുകളും കാര്യങ്ങളും നിങ്ങൾക്ക് എന്താ എവിടെ വേണ്ടൊക്കെ പറയും. ഒന്ന് ഇനി അവരൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ പോലും ഒന്ന് അന്വേഷിച്ചുകൂടെ? അപ്പൊ ഈ ഒരു വീട് വരുന്നത് ഇവരുടെ തൊട്ടടുത്താണ്. ഈ ദിയ ഫാത്തിമയുടെ വീടിന്റെ തൊട്ടടുത്താണ് ഈ പറയപ്പെടുന്ന ആളുടെ വീട് വരുന്നത്. അന്ന് ഇതുപോലെ തന്നെ അവരുടെ വീട്ടിലേക്ക് പോയ സമയത്ത് അവരെല്ലാം ഇറക്കി വിട്ടു. ഇവിടെ അന്വേഷിക്കണ്ട, പോലീസിന്റെ അനുവാദമില്ലാതെ ഇവിടെ അന്വേഷിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് നാട്ടുകാരെയും എല്ലാവരെയും അവിടെ നിന്ന് ഇറക്കി വിട്ടു. അതന്നെ ഒരു സംശയം നമ്പർ 1 ആണ്. അന്ന് തന്നെ പോലീസ് അത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് പ്രോപ്പറായിട്ട് അതിന്റെ ഫോളോ അപ്പ് കാര്യങ്ങൾ ചെയ്തിരുന്നെങ്കിൽ ഇന്ന് ദിയ ഫാത്തിമ മോൾക്ക് അവളുടെ പേരൻസിന്റെ അടുത്ത് നിന്ന് ഇത്ര മാറി നിൽക്കേണ്ടി വരില്ല. ആ ഉമ്മ ഇത്രയും വർഷമായിട്ട് കണ്ണുനീരിൽ പോവേണ്ട ഒരു ഗതികേട് വരില്ലായിരുന്നു. പക്ഷെ നമ്മുടെ നാട്ടിലുള്ള ചില സിസ്റ്റങ്ങളുടെ അനാസ്ഥ കാരണമാണ് ഈ ഒരു അവസ്ഥയിൽ എത്തുന്നത് എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ അവർ പറഞ്ഞു വെക്കുന്നുണ്ട്, പല ആളുകളും പറഞ്ഞു നാടോടികൾ എടുത്തുകൊണ്ട് പോയതായിരിക്കാം. പക്ഷെ നാടോടികളൊന്നും ആ ഒരു നാട്ടിൽ ആരും സ്പോട്ട് ചെയ്തിട്ടേ ഇല്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത്. നാടോടികൾ ആ ഭാഗത്തൂടെ വരാറില്ല, അന്നത്തെ ഒരു ദിവസം അങ്ങനെ ഒരാളെ കണ്ടിട്ടേ ഇല്ല എന്നാണ് പറയുന്നത്. പിന്നെ ആ കുട്ടി എവിടെ പോയി? ഈ ദിയ ഫാത്തിമയുടെ വീടുമായി നല്ല ബന്ധമുള്ള ആ വീട്ടുകാരെ നന്നായിട്ട് അറിയുന്ന ആരോ ആണ് കുട്ടീനെ അവിടെ നിന്ന് അടിച്ചു മാറ്റിയത് എന്നാണ് ഇപ്പോഴത്തെ സംശയങ്ങൾ പോകുന്നത്. അപ്പോൾ അന്ന് തന്നെ പോലീസ് കുറച്ചും കൂടെ സീരിയസ് ആയിരുന്നു എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇന്ന് ഇവരനുഭവിക്കുന്ന ഒരു വേദന ഇവർക്ക് അനുഭവിക്കേണ്ടി വരില്ല. ഏതാ കുട്ടീനെ നേരത്തെ തന്നെ കണ്ടെത്തിയ മാതാപിതാക്കളുടെ അടുത്ത് ഏൽപ്പിക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ആ പോലീസുകാർ അന്ന് അനാസ്ഥ കാണിച്ചത് കാരണമാണ് ഇന്ന് ജുനൈദ് നമ്പിലത്തിനെ പോലെ, കൂൾ ഗ്രേപ്പിനെ പോലെ, അതുപോലെ എന്നെ പോലെയുള്ള ചെറിയ യൂട്യൂബേഴ്സിനെ പോലെയുള്ള ആളുകളെല്ലാം ഈ ഒരു കേസിന്റെ പിറകെ പോകുന്നത്. ഇതിന്റെ പിറകെ നമ്മൾ കോമണേഴ്സ് പോയിട്ട് എന്തെങ്കിലും ഇതൊരു തുമ്പുമാല അറിയില്ല, എന്തെങ്കിലും തുമ്പുമാല എത്തും എന്നുള്ള കാര്യം നമുക്കറിയില്ല. പക്ഷെ എന്തായാലും നമ്പിലത്ത് എന്ന് പറഞ്ഞൊരു വലിയ മനുഷ്യൻ ഈ കേസിന്റെ പിറകിലുണ്ട്. നമ്മളെല്ലാവരും അദ്ദേഹത്തിന് സപ്പോർട്ടായിട്ട് തന്നെ കൂടെ തന്നെ ഉണ്ട്. അപ്പം പോലീസിന്റെ അനാസ്ഥ കാരണമാണ് നമ്മളെപ്പോലെയുള്ള ജുനൈദ് നമ്പിലത്തിനെ പോലെയുള്ള ആളുകളൊക്കെ ഇതിനു വേണ്ടിയിട്ട് പരിശ്രമിക്കുന്നത്. കൂടെ താങ്ങായിട്ട് സപ്പോർട്ടായിട്ട് നമ്മളെല്ലാവരും കൂടെയുണ്ട്. അപ്പോൾ ഈ ഒരു വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് താഴെ കമൻറ്റ് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ചെന്താൻ.